പരിശുദ്ധിയുടെ പരിച്ഛേദങ്ങളും പടച്ചോനപ്പേടിയുടെ പാരമ്യതകളുമായ പണ്ഡിത വരേണ്യർ നേതൃത്വം നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃനിരയിലെ സായുജ്യ സാരഥ്യം, അഹ്ലുബൈത്തിന്റെ മഹിമയും അഹ്ലുൽ ഇൽമിന്റെ ഗരിമയും സമഞ്ജസം സമ്മേളിച്ച ജ്ഞാനവഴിയിലെ ഹളറമി വസന്തം, പാവനമായ ശരീഅത്തിനെ വെട്ടിമുറിക്കാൻ കടന്നു വന്നവരെ വാക്കുകൾ കൊണ്ട് ഷോക്കടിപ്പിച്ച സുന്നി കൈരളിയുടെ നായകർ, ആശയവും ആദർശവും ഒരു രാഷ്ട്രീയ കോട്ടയിലും പണയം വെക്കാതെ ലക്ഷക്കണക്കായ സുന്നി മക്കളുടെ ചങ്കിൽ കുടികൊള്ളുന്ന ആവേശം, പണ്ഡിതസൂര്യരായ ശംസുൽ ഉലമയെ വാക്കിലും നോക്കിലും ആദർശത്തിലും തലപ്പാവിന്റെ ഗംഭീരതയിൽ വരെ പരിച്ഛേദം പോലെ പിന്തുടരുന്ന സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വേദിയിൽ പ്രൗഢോജ്വലമായ മുഖ്യ പ്രഭാഷണ കർമ്മം നിർവഹിക്കുന്നു. സാദരം സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرأ. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء هو السميع العليم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. وتمت كلمة ربك صدقا وعدلا لا مبدل لكلماته وهو السميع العليم. صدق الله مولانا العلي العظيم. ബഹുമാനാന്തരമുള്ള ഈ മഹത്താവുന്ന പരിപാടിയുടെ അധ്യക്ഷൻ ഒന്നരായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ, മത രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിലെ മഹാന്മാരാവുന്ന ഉന്നത വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും മഹാന്മാരായ നേതാക്കന്മാർ, അതിൻ്റെ പ്രവർത്തകർ, ഈ മഹത്താവുന്ന സ്ഥാപനത്തിൽ ഇന്ന് സനത് വാങ്ങി ഇറങ്ങുന്ന മഹാന്മാരാവുന്ന ഫൈളിമാർ, ബഹുമാനമുള്ളവരെ, ഒരു സുദീർഘമായ ഭാഷണത്തിന് അനുകൂലമായ ഒരു സമയമല്ല. കാരണം ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഈ കാണുന്ന 200 ചില്ലാനം മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്ക് സനത് നൽകിയതിൻ്റെ ശേഷം ഇവിടുന്ന് പോകണം. തങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇപ്പോൾ അധികം ഉറക്കൊന്നും ഒഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായതുകൊണ്ടിട്ട് വേഗം തന്നെ സന്നദ്ധാന പരിപാടിയിലേക്ക് പ്രവേശിക്കണം. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ മാത്രം ഇവിടെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന് അല്ലാഹു ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തട്ടെ. ഈ സ്ഥാപനത്തിനെ സ്നേഹിക്കുന്നവർ, ഇതിന് പ്രവർത്തിക്കുന്നവർ, ഇവിടുത്തെ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ, ഇവിടുന്ന് സനത് വാങ്ങി പുറപ്പെട്ട സർവ്വ ഫൈളിമാരും, പ്രത്യേകിച്ച് ഇന്ന് സനത് വാങ്ങുന്ന സർവ്വ ഫൈളിമാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും ഖൈറിനെയും ബർക്കത്തിനെയൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഈ വിശുദ്ധമാവുന്ന ദീനിക്ക് അഥവാ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് സേവനം ചെയ്യാനുള്ളതായ തൗഫീഖ് അവർക്ക് നമുക്കൊക്കെ അല്ലാഹു നൽകട്ടെ. ബഹുമാനമുള്ളവരെ, വളരെ അധികം പ്രയാസകരമാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ഇവിടുന്ന് സനത് വാങ്ങി പുറത്തിറങ്ങുന്ന മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഏറ്റവും വലിയതായ ഒരു ഉത്തരവാദിത്തമാണ് നിങ്ങളിൽ അർപ്പിക്കപ്പെട്ടത് എന്ന ബോധത്തോടു കൂടിയാവണം നിങ്ങളുടെ പ്രവർത്തനം. ഈ വിശുദ്ധമായ ദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബദൽ ഇസ്ലാമു ഗരീബ വസയർജിഉ കമാ ബദ ഫതൂബാ ലിൽ ഗുറബ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വാക്ക് പറഞ്ഞപ്പോൾ ഫതൂബാ ലിൽ ഗുറബ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് നബിനോട് ചോദിച്ചു, ഏതാണ് ഈ മൽ ഗുറബാവ്? ഈ ഗുറബാവ് എന്ന് പറഞ്ഞത് ആരാണ്? അതിന് മഹാനാവുന്ന നബിയുന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മറുപടി പറഞ്ഞത്, അല്ലദീന യുസ്രിഹൂന മാ അഫ്സദന്നാസ് മിൻ സുന്നത്തി. എൻ്റെ സുന്നത്തിൽ നിന്ന് ജനങ്ങൾ ഇവിടെ നാശമാക്കി തീർത്തതായ സുന്നത്തിനെ അതിനെ ശരിയായ നിലക്ക് അതിനെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും അതിനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഖുറബാവ്. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ സുന്നത്തായി പഠിപ്പിച്ച പലതും അതിനെ ആകമാനം അതിനെ ഇവിടെ നാശാക്കിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പം ഇവിടുന്ന് പുറത്തിറങ്ങുന്ന പണ്ഡിതന്മാരാവുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയതായ ഒരു ഉത്തരവാദിത്തം ജനങ്ങളിവിടെ നാശാക്കിയതായ ഈ ചര്യ മുഴുവനും അതിനെ എന്ത് ചെയ്യണം, അതിനെ ശരിയായ രൂപത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുത്ത് വിശുദ്ധമാവുന്നതായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ ആശയ ആദർശങ്ങൾ ജനങ്ങൾക്ക് വളരെ വ്യക്തമായ നിലക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു വലിയ ഒരു ഉത്തരവാദിത്തമാണ് ഇന്ന് പണ്ഡിതന്മാരാവുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് ഇവിടുന്ന് സനത് വാങ്ങുന്ന ഈ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ അർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം. അതിനു വേണ്ടിയുള്ള പ്രവർത്തനാവണം നിങ്ങളിൽ നിന്നുണ്ടാവേണ്ടത്. നമുക്കറിയാം, ഈ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശുദ്ധമാവുന്ന ദീനിൻ്റെ പലതും ചോദ്യം ചെയ്യപ്പെടുന്ന ആകെ എതിർപ്പ് ശരീഅത്തിനോട് മാത്രമാണ് ജനങ്ങൾക്കുള്ളത്. നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെയാണ്. അത് കേന്ദ്രം മുതൽ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ സർവ്വ ആളുകൾക്കും വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത്, ഈ ശരീഅത്തിൻ്റെ വിശുദ്ധമാവുന്ന അഹ്കാമുകൾ അതിനെ ചോദ്യം ചെയ്യപ്പെടാം. ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഇപ്പോൾ മുത്തലാഖ് ബില്ലിനെ സംബന്ധിച്ചൊക്കെ നമുക്കറിയാം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹത്തിൻ്റെ സർവ്വ കഴിവുകൾ ഉപയോഗിച്ചു കൊണ്ടിട്ട് വിഷയം അവിടെ അവതരിപ്പിച്ചിട്ട് അങ്ങനെ പിന്നെ നമ്മുടെ മഹാന്മാരാവുന്ന MP-മാരൊക്കെ അവരെ കഴിവിൻ്റെ പരമാവധി കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ളവർ അതിന് വേണ്ടതായ പ്രവർത്തനങ്ങളൊക്കെ അവർ കഴിയണത്ര അവിടുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കത് മുത്തലാഖ് എന്നൊക്കെ പറഞ്ഞാൽ ചില ആളുകൾക്ക് അത് ഇസ്ലാമികാണെന്ന് പറയാൻ തന്നെ മടിയുണ്ട്. 3 തലാഖ് ഇല്ല എന്നുള്ളത് അതൊരു 3 തലാഖ് ഇസ്ലാമികമായ ഒരു വിധി തന്നെയാണ്. മഹാന്മാരാവുന്ന അയിമ്മത്തുൽ അർബഅത്തിൻ്റെ ഇജ്മാ ആണ്. പല സ്ഥലത്തുനിന്നും മഹാന്മാരാവുന്ന നമ്മളെ പണ്ഡിതന്മാരൊക്കെ പ്രസംഗിച്ചതാണ്. കേട്ടാൽ വിചാരിക്കും മുത്തലാഖ് എല്ലണ ഒരു പണിയാണ് ഇസ്ലാമിലുള്ളത് എന്ന്. അങ്ങനല്ല. ഏതെങ്കിലും ഒരാളെ നിന്ന് അങ്ങനെ സംഭവിച്ചു പോയാൽ അതിൻ്റെ വിധി അത് ഇസ്ലാമികമായ ഒരു സംഗതിയാണ്. അതിൻ്റെ വിധി അത് സാധുവാണ്. അതോടൊപ്പം തന്നെ അവനും അവൻ്റെ ഭാര്യയും തമ്മിലുള്ളതായ ബന്ധം പൂർണ്ണമായും കൊണ്ടും വിച്ഛേദിക്കപ്പെടും. രണ്ടാമത് അവളുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ വേറൊരുത്തൻ നിക്കാഹ് ചെയ്ത് അവളെ തലാഖ് ചൊല്ലിയാൽ പിന്നെ അവളെ ഇദ്ദീൻ കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അല്ലാത്ത നിലക്ക് അവളുമായി ബന്ധപ്പെട്ടാൽ അത് അനിസ്ലാമികമായ ബന്ധപ്പെടലാണ്, അത് വ്യഭിചാരമാണ്. അപ്പോൾ വ്യഭിചാരത്തിലേക്ക് ജനങ്ങളെ വളരെ അതിനെ ലഘൂകരിച്ചു കൊണ്ടിട്ട് അതിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായ ഒരു ഓർഡിനൻസാണ് അവിടെ പാസ്സാക്കാൻ പോയത്. അപ്പം ശക്തമായ നിലക്ക് നമ്മളെ MP-മാരെ സംബന്ധിച്ചിടത്തോളം അവരൊരു ബാധ്യതയാണ്. അത് ബഹുമാനപ്പെട്ട ബഷീർ സാഹിബ് അവിടെ നിർവഹിച്ചു. അത് വളരെ ബാധ്യതയാണ്. അത് ഇസ്ലാമികമാണെന്ന് അവിടെ ആ പാർലമെൻറ്റിൽ നമ്മളെ ശബ്ദം അവിടെ എന്താവണം, ജനങ്ങൾ ആ പാർലമെൻറ്റിൽ അതിനെ ഉയർത്തണം. അത് ഇസ്ലാമികമാണെന്ന് നമ്മളവിടെ സ്ഥാപിക്കുകയും വേണം. ഈ വിശുദ്ധമാവുന്ന ഈ ശരീഅത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമായ കലിമത്താണ്. വതമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വ അദ്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രഖ്യാപനമാണ്. അല്ലാഹുവിൻ്റെ വിശുദ്ധമാവുന്ന ഈ കലിമത്ത് അത് വളരെയധികം പൂർണ്ണമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. അത് വളരെ സാദിഖത്താവുന്ന സത്യമാവുന്ന കലിമത്തുകളാണ്.
ആ അല്ലാഹുവിൻ്റെ ആ നിയമങ്ങൾ വളരെ നീതിപൂർവമായ നിയമങ്ങളുമാണ്. ലാ മുബദ്ദില ലി കലിമാതിഹി, ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമാവുന്ന ഈ ശരീഅത്തിന് ഏതെങ്കിലും ഒരു നിലക്ക് അതിൽ പരിവർത്തനപ്പെടുത്താനുള്ള ഒരു അധികാരവും ആർക്കില്ല എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇലാഹിയാവുന്നതായ ഈ കലിമാത്തുകളെ ഒരാൾക്കും ഒരു നിലക്കും അതിനെ ഏതൊരു നിലക്കും അതിനെ എന്തെങ്കിലും നിലക്കുള്ളതായ പരിവർത്തനത്തിലേക്ക് യാതൊരു അവകാശവും. അത് മഹാന്മാരാവുന്നതായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം, സ്വഹാബത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉത്തമമാവുന്ന 3 നൂറ്റാണ്ട് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ, അതായത് മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലുള്ളതായ മുസ്ലിമീങ്ങൾ അവർക്കുള്ളതായ തരീഖ് അത് വിശുദ്ധമായ തരീഖാണ്. അവര് വിശുദ്ധമാവുന്ന ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, വിശുദ്ധമായ ഹദീസുകളെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരിവിടെ തീർപ്പാക്കി തരുന്നതാണ് വിശുദ്ധമായ ശരീഅത്ത്. ആ ശരീഅത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ റസൂലിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ദീനിനെ പൂർണ്ണമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയിലേക്ക് അവതരിപ്പിച്ചു. ആ അവതരിപ്പിക്കപ്പെട്ടതായ ദീനിനെയാണ് മഹാന്മാരാവുന്ന സഹാബത്തിന്റെ ശേഷം താബിഈങ്ങൾ, അവർക്ക് ശേഷമുള്ളതായ ഒരു നൂറ്റാണ്ട് കൂടി, ആ നൂറ്റാണ്ടുള്ളതായ മഹത്തുക്കളാവുന്ന അയിമ്മത്ത് അതിനെ വിശദീകരിച്ച് ആ റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടതായ ആ ശരീഅത്തിനെ വളരെ വ്യക്തമായ നിലക്ക് നമുക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ടാണ് സുന്നികളാവുന്ന നമ്മൾ വിശ്വസിക്കുന്നത് വിശുദ്ധ ഖുർആനും സുന്നത്തും, ആ ഖുർആനും സുന്നത്തിനും ഈ പറയപ്പെട്ടവർക്കുള്ള വ്യാഖ്യാനം അനുസരിച്ച് മാത്രമേ അതിനെ മനസ്സിലാക്കാൻ പാടുള്ളൂ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. ഈ 3 നൂറ്റാണ്ടുള്ളതായ അയിമ്മത്ത്, ആ അയിമ്മത്തിന്റെ വിശദീകരണം അനുസരിച്ച് മാത്രമേ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ പാടുള്ളൂ. അതാണ് യഥാർത്ഥ മുസ്ലിമീങ്ങൾക്കുള്ളതായ തരീഖ്. അലാ അന്ന തരീഖൽ മുസ്ലിമീന ഹുവൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ എന്നൊക്കെ വിശുദ്ധ ഖുർആനിൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങൾക്കുള്ള വഴിയിൽ, ആ മുഅ്മിനീങ്ങൾക്കുള്ള വഴിയാണ് കാലാകാലം അവരെ പിന്തുടർന്നുകൊണ്ട് ഇന്നേ വരെയുള്ളതായ ഈ മുസ്ലിം ബഹുഭൂരിപക്ഷം പിന്തുടർന്നു പോന്നിട്ടുള്ളത്. ആ വഴിയാണ് ശരിയായ വഴി. ആ വഴിയിൽ നിന്നും കൊണ്ട് ഒരു നിലക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാൻ പാടുള്ളതല്ല. ആര് വ്യതിചലിച്ചാലും അത് തെറ്റാണ്. അപ്പൊ വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ യാതൊരു നിലക്കുള്ള ഭേദഗതിയും അതിൽ പാടില്ല. ആ ഒരു ഭേദഗതിക്കും ആരും തന്നെ ഈ മുസ്ലിം ലോകം ഇവിടെയുള്ള കാലത്തോളം, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം ഇവിടെയുള്ള കാലത്തോളം ഒരു ശക്തിയും ഒട്ടും അനുവദിക്കുകയില്ല, ഒരു നിലക്കുള്ള ഭേദഗതിക്കും അനുവദിക്കൂല. ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തി, വഅലം അന്ന ഹാദിഹിൽ ആയാത്ത് തദുല്ലു അലാ അന്ന കലിമത്തല്ലാഹ് മൗസൂഫത്തുൻ ബിസിഫാത്തിൻ കസീറ. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമാവുന്നതായ ഈ ശരീഅത്ത്, ഈ നിയമങ്ങൾ, അല്ലാഹുവിന്റെ കലിമത്തുകൾ, അത് മൗസൂഫത്തുൻ ബിസിഫാത്തിൻ കസീറ, അതിന് ധാരാളം വിശേഷണങ്ങളുണ്ട് എന്നാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. ഫസിഫത്തുൽ ഊല കൗനുഹാ താമ്മത്തൻ, ഒന്നാമത്തെ വിശേഷണം എന്താ? ഇത് പൂർണ്ണതയുള്ളതായ ഒരു ശരീഅത്താണ്. ഈ ശരീഅത്തിന് പൂർണ്ണമായ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ്. ഖിയാമത്ത് നാൾ വരെയുള്ളതായ സർവ്വ ഉമ്മത്തിനും ഏത് കാലത്തും അതിനടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അത് കാലികാണ്. ആർക്കും ഇതിൽ ഒരു നിലക്കുള്ളതായ എന്തെങ്കിലും ഒരു ആക്ഷേപങ്ങളെ കൊണ്ട് പറയപ്പെടേണ്ടതായ ഒരവസ്ഥ ഈ ശരീഅത്തിലില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വതമ്മത് കലിമത്തു റബ്ബിക് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ഒന്നെന്താ? ഈ കലിമത്തിനെ സംബന്ധിച്ച്, അല്ലാഹുവിന്റെ ഈ വിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് എന്താ? വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ, അത് വളരെ സാദിഖാവുന്ന കലിമത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തപ്പെട്ട ആ രേഖകൾ മഹാനാവുന്നതായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടില്ലേ? വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിച്ചു, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, വളരെ മാന്യനാവുന്ന ദൂതൻ. എന്തുകൊണ്ടിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി മാന്യനായ ദൂതൻ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം? ഇത് ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി അതിന്റെ കലിമത്തുകൾ, അതിനുള്ളതായ ആ വചനങ്ങൾ മഹാനാവുന്ന മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാർ ചെയ്യാണ്.
ഈ തയ്യാർ ചെയ്യുന്നതായ വ്യക്തി എന്തെങ്കിലും നൽകുന്നതായ കടത്തിക്കൂട്ടലുകൾ കടത്തിക്കൂട്ടുന്നതായ ഒരാളാണെങ്കിൽ അവൻ ഈ പ്രവൃത്തിക്ക് ഒരു കാലത്തും അവൻ അനുയോജ്യനല്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി വിശേഷിപ്പിച്ചത് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം. അപ്പൊ വളരെ സത്യമാവുന്നതായ കലിമത്തുകളാണത്. അതോടുകൂടി ഇതിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അതിനൻ ഇതിലുള്ളത് വളരെ നീതിപൂർവമാവുന്ന വിധികൾ മാത്രമേ ഇതിലുള്ളൂ. സ്ത്രീകളെ സംബന്ധിച്ച് ബാധിക്കുന്നതും പുരുഷന്മാരെ സംബന്ധിച്ച് ബാധിക്കുന്നതും അതൊക്കെ വളരെ നീതിപൂർവമാണ്. സ്ത്രീകളെ സംബന്ധിച്ചുള്ള വിധികളാണെങ്കിലും പുരുഷന്മാരെ സംബന്ധിച്ചുള്ള വിധികളാണെങ്കിലും സ്ത്രീകളെ എല്ലാ നിലക്കുള്ള ആദരവും കൊടുത്തും കൊണ്ടിട്ട് സ്ത്രീന്റെ സംരക്ഷണമാണ് വിശുദ്ധമാവുന്നത് ഈ നൽകിയത്. എല്ലാ മേഖലയിലും സ്ത്രീയെ പ്രവേശിപ്പിച്ചില്ല. എന്താ കാരണം? സ്ത്രീനെ നമ്മൾ പുറത്തിറക്കിയും കൊണ്ടിട്ട് അവൾക്കുള്ളതായ ആ മാന്യതയെ ജനങ്ങളുടെ ഇടയിൽ താറടിക്കുന്നതായ ഒരു സ്വഭാവം ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് സ്ത്രീനെ വളരെയധികം ബഹുമാനത്തോടും ആദരവോടും കൂടി ആ സ്ത്രീക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കാനാണ് വിശുദ്ധ ഖുർആന്റെ ആഹ്വാനം. അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകളെ നമ്മൾ പ്രകടനത്തിന് കൊണ്ടുപോകല്ലേ വേണ്ടത്. സ്ത്രീകളെ നമ്മൾ മറ്റുള്ളതായ മതിലുകൾക്കോ മറ്റോ വേണ്ടി ഉപയോഗിക്കല്ലേ വേണ്ടത്. ആ സ്ത്രീകൾക്കുള്ളതായ ഒരു വിശുദ്ധമാവുന്നതായ ഒരു പവിത്രത ഉണ്ട് ആ സ്ത്രീകൾക്ക്. അത് വളരെ വിശുദ്ധമായ പവിത്രതയാണ്. ആ പവിത്രത കാത്തു സൂക്ഷിക്കണം. അത് കാത്തു സൂക്ഷിക്കാനാണ് പുരുഷന്മാരോട് പറഞ്ഞത് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. സ്ത്രീകൾക്ക് ആവശ്യമുള്ള എന്തെല്ലാം മേഖലയിൽ അവർക്ക് ആവശ്യമുള്ള എന്തുണ്ടോ അതൊക്കെ പുരുഷന്മാർ അവർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ നിലക്ക് സ്ത്രീകളെ മാനിക്കണം. അതോടൊപ്പം തന്നെ പുരുഷന്മാർ പ്രവേശിക്കുന്ന എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് പൂർണ്ണമാവുന്നതായ നിലക്ക് അവർക്ക് പ്രവേശിക്കാൻ പാടുള്ളതല്ല. അവരെ ചില സ്ഥലങ്ങളിൽ നിന്ന് അവരെ ഒഴിച്ചു നിർത്തി. എന്താ കാരണം? അവരെ അപമാനിച്ചതല്ല, ആ സ്ത്രീകളോടുള്ള ബഹുമാനം കൊണ്ടാണ്. ആ നിലക്ക് സ്ത്രീയെ ആദരിച്ചതായ ഒരു ദീനാണ് വിശുദ്ധമാവുന്നതായ ഈ ദീൻ. അപ്പൊ സ്ത്രീകളെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ നവോത്ഥാനം എന്നുള്ളത് സ്ത്രീകളെ പരസ്യമായി അവരെ പുറത്തിറക്കിക്കൊണ്ടല്ല അവർക്ക് നവോത്ഥാനം ഉണ്ടാക്കേണ്ടത്. സ്ത്രീകൾക്ക് മുൻകഴിഞ്ഞതായ സ്ത്രീകൾക്കൊക്കെ ഇവിടെ നവോത്ഥാനം ഉണ്ടായില്ലേ? ആയിഷ റളിയല്ലാഹു തആല അൻഹ നവോത്ഥാനം ഉണ്ടായതിന്റെ വലിയ നേതാവായിരുന്നു ആയിഷ റളിയല്ലാഹു തആല അൻഹ. അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അവർക്ക് വിശുദ്ധമാവുന്നതായ ഇൽമുണ്ടായിരുന്നു. അവർക്ക് മഹാന്മാരാവുന്ന പല സഹാബത്തും പല മസ്അലകളും ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു പഠിച്ചു. അങ്ങനെ സ്ത്രീകളെ കൂട്ടത്തിൽ വളരെയധികം പണ്ഡിതരാവുന്ന പല സ്ത്രീകളുണ്ടായിരുന്നു. ഇതൊക്കെ സ്ത്രീകൾക്കുള്ള നവോത്ഥാനം ഉണ്ടാക്കേണ്ടത് അവരെ പൊതുരംഗത്ത് പ്രദർശിപ്പിച്ചുകൊണ്ടല്ല, ആ നിലക്ക് സ്ത്രീകൾക്കുള്ളതായ മാന്യത നൽകിയതാവുന്ന ഈ ശരീഅത്ത്. അതുപോലെ തന്നെ കണ്ടില്ലേ, ഒരു ദിമ്മിയാവുന്ന ഒരുത്തൻ ഒരു മുസ്ലിം ഭരണകൂടം ഉള്ള സ്ഥലത്ത് അവൻ ജീവിക്കുകയാണെങ്കിൽ അവനിക്ക് ചെയ്തു കൊടുക്കേണ്ടതായ അവന് നിന്നെപ്പോലെ ഒരു മുസ്ലിമിനെ പോലെ അവരെ പരിഗണിച്ചുകൊണ്ട് അവനോടുള്ളതായ വിധിയിലും മറ്റുമൊക്കെ നീ വളരെയധികം എന്താവണം, ശ്രദ്ധാപൂർവമായും കൊണ്ടാവണം വിധിക്കേണ്ടത്. ആ നിലക്ക് അവർക്ക് എല്ലാ നിലക്കുള്ള നീതിയും അവർക്ക് ചെയ്തു കൊടുക്കണം. അങ്ങനെ ഓരോ മേഖലകൾ നമ്മൾ പരിശോധിച്ചു നോക്കിയാലും ആ മേഖലയിൽ മുഴുവനും ഈ വിശുദ്ധമാവുന്ന ദീൻ വളരെ നീതിപൂർവം കൈകാര്യം ചെയ്തതായ ഒരു ദീനാണ് ഈ ദീൻ. കണ്ടില്ലേ, പല മതങ്ങളിൽ നിന്നിപ്പോൾ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്നിട്ട് ഒരാൾ മുസ്ലിമായി വന്നു നോക്കുക, ആ മതപ്രകാരമുള്ള നിക്കാഹാണ് അവൻ ചെയ്തിരിക്കണം നോക്കുക. എന്നാൽ അവന്റെ കൂടെ അവളും കൂടി വന്നാൽ രണ്ടാമത് നിക്കാഹ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ചുള്ള നിക്കാഹിന്റെ ആവശ്യമില്ല. ആ മതത്തിലുള്ള നിക്കാഹിനെ ഇസ്ലാം അംഗീകരിക്കുകയാണ് ചെയ്യണത്. പിന്നെ ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് ഇതൊന്നും മനസ്സിലാക്കാതെ ഇത് വളരെ ഒരു കുടുസായ മതമാണ്. ഈ മതത്തിനെ സംബന്ധിച്ച് ഏത് സമയത്തും താറടിക്കണതായ ഈ മതത്തിന്റെ സർവ്വ ആശയങ്ങളോടും അതിൻ്റെ ആദർശങ്ങളെയും താറടിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നതായ ഒരു കാലഘട്ടമാണെന്ന് പണ്ഡിതന്മാരാവുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്. മറ്റൊന്ന്, ഈ ദീനിനെ സംബന്ധിച്ച് അതെനിക്ക് പറഞ്ഞ ഈ ആ ദീൻ വളരെ നീതിയായ ദീനാണ്. നോക്ക്, അന്നകുല്ലമാ ഹസല ഫിൽ ഖുർആനി നൗആൻ. ഖുർആനെ ആകെ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അത് രണ്ട് രൂപത്തിലാണ്, അൽ ഖബർ വ തക്ലീഫ്. ഒന്ന് പല സംഭവങ്ങളെ സംബന്ധിച്ചുള്ളതായ വിവരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചുള്ള വിവരം, അല്ലാഹുവിന്റെ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള വിവരം, അല്ലാഹുവിന്റെ മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെ സംബന്ധിച്ചുള്ള വിവരം. അങ്ങനെ ഈ ലോകത്തുള്ളതായ സർവ്വ ചരാചരങ്ങളിലേക്കുള്ളതായ വിവരങ്ങളെ സംബന്ധിച്ച് വിരൽ ചൂണ്ടുന്നതായ ഒരു സ്വഭാവം. മറ്റൊന്ന് വത്തഖ്ലീഫ്, മനുഷ്യനിക്ക് ആവശ്യമാവുന്നതായ കൽപ്പനകൾ, ഒരു മുക്കല്ലഫാവുന്ന മനുഷ്യനോട് ബാധിക്കുന്നതായ കൽപ്പനകൾ,
അവന്റെ ജീവിതത്തിൽ A to Z വരെയുള്ളതായ സർവ്വസംഗതിയിലേക്കും വിശുദ്ധമാവുന്ന ദീൻ എന്താക്കി? അത് മാർഗദർശനം ചെയ്തു. എങ്ങനെ നഖം മുറിക്കണം, എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, എങ്ങനെ ചെരുപ്പിടണം, എങ്ങനെ കുപ്പായിടണം, എങ്ങനെ തലീകെട്ട് കെട്ടണം, ഇങ്ങനെ മനുഷ്യനോട് ബന്ധപ്പെട്ട ഓരോ സംഗതിയിലും ഭാര്യയായിട്ട് എങ്ങനെ ബന്ധപ്പെടണം, മറ്റുള്ളവരായിട്ട് എങ്ങനെ, മറ്റുള്ള സുഹൃത്തുക്കളോട് എങ്ങനെ പെരുമാറണം, വയസ്സന്മാരോട് എങ്ങനെ പെരുമാറണം, ഉമ്മവാപ്പാന്മാരോട് എങ്ങനെ പെരുമാറണം, ചെറുപ്പക്കാരോട് എങ്ങനെ പെരുമാറണം തുടങ്ങിയ എല്ലാ മേഖലയിലും വളരെ വ്യക്തമായ നിലക്ക് വിശുദ്ധ ശരീഅത്ത് അതിലേക്ക് എന്തായി ദർശനം നൽകി. അതിലൊക്കെ ഈ വിശുദ്ധ ശരീഅത്ത് കണ്ടോ വളരെയധികം നീതിപൂർവമാവുന്ന കാഴ്ചപ്പാടുകളാണ് വിശുദ്ധ ശരീഅത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചത് ലാ മുബദ്ദില ലികലിമാതിഹി. അല്ലാഹുവിന്റെ ഈ കലിമത്തുകൾക്ക് ഒരു നിലക്കുള്ളതായ പരിവർത്തനം ഒരു കാലത്തും അത് ചെയ്യാൻ പാടുള്ളതല്ല. അങ്ങനെ പക്ഷേ ഈ ശരീഅത്തിനെ ദുരുപയോഗം ചെയ്യുന്നതായ പലരും നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായി. മഹാനാവുന്ന ശൈഖുൽ മശായിഖ് ഖുതുബുൽ അഖ്താബ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവരുടെ ആ വിശുദ്ധമാവുന്ന തഫ്സീറിൽ ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ ഇല്ലാ മൻ ശാ അൻ യത്തഖിദ ഇലാ റബ്ബിഹി സബീല എന്ന ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ എഴുതി. ഈ വിശുദ്ധമാവുന്നതായ ശരീഅത്ത്, ഈ ശരീഅത്തിനെ നിങ്ങളിടയിൽ ഈ ശരീഅത്തിന്റെ ദൗത്യവുമായി ഞാൻ വരുമ്പോൾ, ഈ ശരീഅത്തിന്റെ പ്രബോധനമായി വരുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും നിലക്കുള്ളതായ പ്രസന്റേഷനോ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും നിലക്കുള്ള ശമ്പളമോ അതൊന്നും ആഖുദുഹു മിൻകും നിങ്ങളിൽ നിന്ന് പിടിക്കേണ്ട എന്തെങ്കിലും നിലക്കുള്ള ഒരു ഭൗതികമാവുന്ന സ്വഭാവ ഒരു സംഗതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഞാൻ ഈ വിശുദ്ധ ശരീഅത്തിനെ പ്രബോധനം ചെയ്യുന്നത്. വഅജ്അലുഹു സബബൻ ലിൽ ജാഹി വഫർവ ഭൗതികമാവുന്ന സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, ജനങ്ങളിടയിൽ പേരുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അതിനു വേണ്ടിയും ഈ ദഅവത്തിനെ ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. വ അൻവാഇൽ മുഫാഖറത്തി വൽ മുബാഹാത്ത് ജനങ്ങളിടയിൽ എന്താവുക, അവരുടെ ഇടയിൽ വലിയ അഭിമാനം കൊള്ളാനും അവരുടെ ഇടയിൽ വലിയ ആളായിക്കൊണ്ട് ചമയാനും വേണ്ടിയല്ല ഞാൻ ഇത് ചെയ്യണത്. കമാ ഹുവ ആദത്തുൽ ജഹലത്തിൽ മുതശയ്യിഖീൻ ശൈഖന്മാരാണെന്ന് വാദിച്ചു കൊണ്ടിട്ട് ചെയ്യുന്നതായ ജാഹിലീങ്ങളാവുന്നതായ ചില കള്ള ശൈഖന്മാർക്കുള്ളതായ സ്വഭാവം പോലെയും അവര് നസബു അംഫുസഹും ഇല സൂഫിയ അവര് യഥാർത്ഥ ഇൽമിന്റെ വാഹകരാണെന്നുള്ള നിലക്ക് അവർക്കുള്ളതായ സ്വയം ശരീരങ്ങളെ അവർ സൂഫിയത്തിലേക്ക് ചേർത്ത് പറഞ്ഞു. പാവപ്പെട്ട ജനങ്ങളിൽ നിന്നും അവർ സമ്പാദിച്ചു ദുന്യാവിന്റെ ഈ പൊട്ടുപൊടികളും ദുന്യവിയാവുന്നതായ അവരിൽ നിന്നിട്ട് പലതും വാങ്ങിക്കൊണ്ടിട്ട് ആ ജനങ്ങൾക്കുള്ളതായ വിശ്വാസങ്ങളെ മുഴുവനും അവർ തകരാറിലാക്കി. ഞങ്ങളാണ് ശരിയായ ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനത്തതായ ഒരവസ്ഥ ഈ ദീനുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത്രമാത്രം വ്യക്തമായും കൊണ്ട് മഹാന്മാരാവുന്ന ഇമ്മത്ത് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ഒരു സ്വഭാവമാണ് പണ്ഡിതന്മാരാവുന്ന നിങ്ങളിൽ ഉണ്ടാവേണ്ടത്. ആ നിലക്ക് ഈ വിശുദ്ധമാവുന്നതായ ശരീഅത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ ശരീഅത്തിന് എതിരിൽ വരുന്നതായ പല സംഭവം കണ്ടില്ലേ. ഇന്നിപ്പോ ന്യൂനപക്ഷമുള്ളതായ ഈ സംവരണം, ആ സംവരണത്തിന് ഒരു കാലത്ത് ഇവിടെ ഒരു നിലക്കുള്ളതായ പ്രയാസം ഉണ്ടാവാൻ പാടില്ല. ആ നിലക്ക് സാമ്പത്തിക സംവരണം ഇവിടെ ഏർപ്പെടുത്തപ്പെടുക എന്നുള്ളത് അത് ന്യായീകരിക്കപ്പെടാൻ പറ്റുന്നതല്ല. അതുപോലെ തന്നെ നോക്ക് പൗരത്വ ബിൽ, ആ പൗരത്വ ബിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്ന ഒരു സംഭവമാണ്. മുസ്ലിങ്ങളെ രണ്ട് പൗരന്മാരായി കാണുന്ന ഈ നിലപാടിൽ നിന്നും സർക്കാരുകളെ പിന്നോട്ട് പോകണം. ആ സർക്കാരുകളുടെ മുന്നിൽ ഇതിനു വേണ്ടി നമ്മൾ ശബ്ദിക്കണം. കണ്ടില്ലേ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് 2014 ഡിസംബർ 31 വരെ കുടിയേറിയ മുസ്ലിങ്ങൾ ഒഴികെയുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്ന ബില്ലാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ വിവേചനമാണ്. എന്താ മുസ്ലിങ്ങൾക്ക് എന്താ അതേമാതിരി പൗരത്വം നൽകിക്കൂടെ? മുസ്ലിങ്ങൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും ഈ രാജ്യത്തിന് ആവശ്യമാവുന്നതായ സർവ്വസംഗതികൾക്ക് വേണ്ടിയും പ്രവർത്തിച്ചവരല്ലേ മുസ്ലിങ്ങൾ. മുസ്ലിങ്ങളെ ചരിത്രം പരിശോധിച്ചു നോക്ക്. ഏതെങ്കിലും ഒരു മുസ്ലിം ഈ രാജ്യത്തിനെ രണ്ടായും കൊണ്ട് കീറാൻ വേണ്ടിയോ ഈ രാജ്യത്തിലുള്ള മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയോ ഏതെങ്കിലും ഒരു മുസ്ലിം ഏതെങ്കിലും കാലത്ത് യഥാർത്ഥ മുസ്ലിമീങ്ങൾ ഒരിക്കലും അത് ശ്രമിക്കൂല, ഒരു കാലത്തും ശ്രമിക്കൂല, അങ്ങനോട്ട് ശ്രമിച്ചിട്ടില്ല. അങ്ങനെ മുസ്ലിങ്ങളെ കുതിര കയറുകയും മുസ്ലിങ്ങളെ പരിഹസിക്കുകയും ചെയ്യുന്നതായ ഈ സ്വഭാവം അത് ഏത് ഭരണകൂടത്തിന്റെ നിന്നാണെങ്കിലും അതിനെന്താവണം, അത് എതിർക്കപ്പെടേണ്ടതാണ്. അത് നിർത്തണം. നിർത്തിയില്ലെങ്കിൽ ഞങ്ങൾ നിർത്തിക്കും, യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ മറ്റൊന്ന് മുസ്ലിം വ്യക്തി നിയമം. മുസ്ലിം വ്യക്തി നിയമം ഈ പുതിയ സത്യവാങ്മൂലം എന്നാണ്.
ചില ആളുകൾ ഇതിൻ്റെ കാര്യം മനസ്സിലാക്കാതെ ഇത് വലിയൊരു അഭിമാനമാണ്, നമ്മൾക്ക് കിട്ടിയതായ ഒരു ഗുണമാണെന്നൊക്കെ ചില ആളുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞു. പലരും അഭിമാനിച്ച് പറയട്ടെ. ഒരു കാര്യം ഇവിടെ വരുമ്പോൾ, ഇങ്ങനത്തെ നിയമങ്ങളും ബില്ലുകളും വരുമ്പോൾ, കോടതിയിൽ നിന്ന് ഇങ്ങനത്തെ നിയമങ്ങളും വരുമ്പോൾ അതിനെ സംബന്ധിച്ച് ശരിക്കും പഠിക്കണം. പഠിച്ചതിൻ്റെ ശേഷമാണ് പ്രതികരിക്കേണ്ടത്. പഠിക്കാതെ പ്രതികരിക്കാൻ പാടുള്ളതല്ല. ആ നിയമം എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെയധികം അത് തകരാറും മുസ്ലിങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നതായ ഒരു നിയമമാണത്. ഈ സത്യവാങ്മൂലം എന്ന് പറഞ്ഞ് കോടതി വിധിച്ചതായ നിയമം, ആ നിയമത്തിന് നമുക്ക് പറയാനുള്ളത് ഇവിടെ നമ്മുടെ മഹാന്മാരാവുന്നതായ MLA-മാർ, ആ MLA-മാരിൽ നിന്നുള്ളതായ ഒരു പ്രത്യേക സമിതിയെ ഗവൺമെന്റ് തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ സമിതിന്റെ മുന്നിൽ ഈ നിയമം വരുമ്പോൾ, ഈ നിയമം ഭേദഗതി ചെയ്യുമ്പോൾ, ഈ നിയമത്തിനെ സംബന്ധിച്ച് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ, ഇതിനെ സംബന്ധിച്ച് ഇതിനെ വിലയിരുത്തുമ്പോൾ മുസ്ലിം സമുദായത്തിനിക്ക് യാതൊരു നിലക്കുള്ളതായ പോർലുമേൽപ്പിക്കാത്ത നിലക്ക് ഈ നിയമത്തിനെ ഭേദഗതി ചെയ്യുകയും ഇതിന്റെ വകുപ്പുകളൊക്കെ കൂട്ടിച്ചേർക്കുകയും ചെയ്യണം. ആ നിലക്കുള്ളതായ ഒരു ഉത്തരവാദിത്വം MLA-മാർക്കുണ്ട് എന്നുള്ളത് MLA-മാർ മനസ്സിലാക്കണം. അത് പ്രത്യേകമാവുന്നതായ ഒരു സമിതിന്റെ മുന്നിലാണ് ഇത് വരേണ്ടത്. ആ സമിതിയിൽപ്പെട്ടതായ MLA-മാരോടാണ് നമുക്ക് പറയാനുള്ളത്. അവരിതിനെ വളരെയധികം ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണം. അങ്ങനെ ഇവിടെ ഏതെങ്കിലും പല നിലക്കും വിശുദ്ധമാവുന്ന ദീനിനെ അതിനെ താറടിക്കാനും അതിനെ പരിഹസിക്കാനും അതിനെ ഇല്ലാതെയാക്കാനും ശ്രമിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നിങ്ങൾ ഈ വിശുദ്ധമാവുന്ന സനതും വാങ്ങിക്കൊണ്ട് ജനങ്ങളെ മുന്നിലേക്ക്, ഞങ്ങൾക്കുള്ളതായ മദ്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ വിശുദ്ധമാവുന്ന ദീന്, അതിൻ്റെ ആശയങ്ങൾ ആരെ മുന്നിലും അതിനെ അടിയറവെക്കാൻ ഒരു കാലത്തും നിങ്ങൾ എന്താ വരുത്, കൂട്ടുനിൽക്കരുത് എന്നുള്ളതായ ഒരു ബോധം നിങ്ങൾക്കുണ്ടാവണം. ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിനോട് ഒപ്പം നിന്നും കൊണ്ടിട്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുക, അതിനോടൊപ്പം നിന്നും കൊണ്ടിട്ട് അതിന് വേണ്ടതായ മറ്റുള്ള സഹായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിട്ട് ഈ പ്രസ്ഥാനത്തിനെ വളർത്താനും ഉയർത്താനും ഇവിടുത്തതായ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിന് സന്നദ്ധരാവണമെന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, അല്ലാഞ്ഞാൽ അതൊക്കെ വലിയ ദോഷങ്ങളും നാശങ്ങളും ഉണ്ടാക്കി തീർക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് എല്ലാവരോടും നൽകിക്കൊണ്ടിട്ട് ഈ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.